നമസ്കാരം. സ്കൂൾ വിദ്യാർത്ഥികളെ വെയിലത്ത് നിർത്തി പണിയെടുപ്പിച്ചെന്ന പരാതിയിൽ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്ത സാഹചര്യത്തിൽ പ്രതികരണവുമായി MLA മാത്യു കുഴൽനാടൻ രംഗത്ത്. LDF മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയാണ് MLA-ക്കെതിരെ ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയത്. മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ പേരിൽ കുട്ടികളെ കൊണ്ട് പാതയോരത്ത് കൂട്ടിയിട്ട കേബിളുകൾ നീക്കം ചെയ്യിപ്പിച്ചുവെന്നും കുട്ടികളുടെയോ രക്ഷിതാക്കളുടെയോ സമ്മതമില്ലാതെയായിരുന്നു പണിയെടുപ്പിച്ചത് എന്നാണ് പരാതിയിലുള്ളത്. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നും കുട്ടികൾ അവധിയായിരുന്നിട്ടുകൂടി പൂർണ്ണ സമ്മതത്തോടെയാണ് എത്തിയതെന്നും തനിക്കെതിരെ കേസ് കൊടുത്തതിൽ പ്രശ്നമില്ല, പക്ഷേ കുട്ടികളെയും സ്കൂൾ അധികാരികളെയും വെറുതെ വിടൂ. എന്ത് സന്ദേശമാണ് നിങ്ങൾ വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് നൽകുന്നത്? പുതുതലമുറ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയക്കാരെയും വെറുക്കുന്നതിന് അവരെ എങ്ങനെ കുറ്റപ്പെടുത്താനാവുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. NSS ഇത്തരം വിഷയങ്ങൾ ശ്രമദാനം ചെയ്ത് കുട്ടികൾക്ക് സിവിൽ സൊസൈറ്റിയുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന സംഘടനകളാണ്. കുട്ടികൾ സ്വമേധയാ വന്ന ഒരു പരിപാടിക്കെതിരെ കുട്ടികളുടെ പേരിൽ പരാതി കൊടുക്കുക എന്ന് പറയുന്നത് കുട്ടികളുടെ മാനസികാവസ്ഥയെ ബാധിക്കും. നാടിനു വേണ്ടി നല്ലത് ചെയ്ത കുട്ടികൾക്കുണ്ടാവുന്ന ഡീമോറലൈസേഷൻ എത്ര വലുതാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല, സ്കൂൾ അധികൃതർക്കെതിരെയും പ്രതികളാക്കി പരാതി കൊടുത്തിട്ടുണ്ട്. അവർ നേരിടുന്ന ബുദ്ധിമുട്ടും എന്തിനാണ്, നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നതെന്നാണ് മാത്യു കുഴൽനാടൻ MLA ചോദിക്കുന്നത്. മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെയും തർബിയത്ത് സ്കൂളിലെയും NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളെയും നഗരസഭാ കൗൺസിലേഴ്സുമായിരുന്നു നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി കട്ട് ചെയ്ത് മാറ്റിയ കേബിളുകൾ നീക്കം ചെയ്യാൻ എത്തിയത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് തെല്ല് അസ്വസ്ഥപ്പെടുന്ന ഒരു വാർത്ത കണ്ടുകൊണ്ടാണ് രാവിലെ ദിവസം തുടങ്ങിയത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുവിഷയം, അതായത് കേബിൾ ഓപ്പറേറ്റേഴ്സ് അലക്ഷ്യമായി ടൗണിൽ ഇട്ടിരുന്ന കേബിൾ നീക്കം ചെയ്യാൻ വേണ്ടി സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെയും തർബിയത്ത് സ്കൂളിലെയും NSS വിദ്യാർത്ഥികളെ കൂട്ടി ഞങ്ങളൊരു ശ്രമദാനം പോലെ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരും ചെയർമാനും എല്ലാം ചേർന്ന് ഞങ്ങൾ ആ ദൗത്യം നിർവഹിച്ചത് വലിയ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ഞങ്ങൾ അഭിമാനത്തോടു കൂടി പൂർത്തീകരിച്ച കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് രാവിലെ അറിയുന്ന വാർത്ത എന്ന് പറയുന്നത് അതിനെതിരെ CPM ഏരിയ കമ്മിറ്റിയും നേതാക്കന്മാരും ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുകയാണത്രേ. അതായത് ഞാൻ കേബിൾ ഓപ്പറേറ്റർമാർക്ക് വേണ്ടി അല്ലെങ്കിൽ കരാറുകാരന് വേണ്ടി കുട്ടികളെ ദുരുപയോഗം ചെയ്ത് അവരെ വെയിലത്ത് നിർത്തി അവരെ കൊണ്ട് കടുത്ത വേനൽക്കാലത്ത് അവധിക്കാലം മുടക്കി അവരെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബാലാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കെതിരെ കേസെടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. എനിക്കെതിരെ കേസ് കൊടുത്തോ പരാതി കൊടുത്തോ എന്നെ ബാധിച്ചിട്ടല്ല. അവർ ആ പരാതിയിൽ അല്ലെങ്കിൽ കേസ് കൊടുത്തതിൽ ആ സ്കൂളിലെ 2 പ്രിൻസിപ്പൽമാർ, ഒരു കന്യാസ്ത്രീയായ സിസ്റ്റർ അടക്കം 2 പേരെ പ്രതി ഇറക്കുകയും ബാക്കിയുള്ളത് പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാണ്, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം, ഇവർ ഈ എടുത്ത നടപടി കൊണ്ട് എന്ത് നേടാനാണ്? ഒന്ന്, നിയമപരമായി അവർ പറയുന്ന വാദം ശരിയല്ല. കാരണം NSS എന്ന് പറയുന്നത് ഇതുപോലുള്ള പൊതുകാര്യങ്ങൾ ശ്രമദാനമായി ചെയ്യുകയും അവർക്ക് പൊതുകാര്യങ്ങൾ കുട്ടികളെന്ന നിലയിൽ നിവർത്തിച്ച് ഒരു പബ്ലിക് സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു സിവിൽ സൊസൈറ്റിയോടുള്ള കുട്ടികളുടെ തലമുറയുടെ വളർന്നു വരുന്ന തലമുറയുടെ റെസ്പോൺസിബിലിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ലീഡേഴ്സാണ് NSSലുള്ളത്. എന്നെ നിരാശപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ആഫ്റ്റർ ഓൾ ആ കുട്ടികൾ എന്തായിരിക്കും വിചാരിക്കുക? ഞങ്ങൾ അങ്ങനെ നല്ലൊരു കാര്യം ചെയ്തിട്ട് നാടിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി ആഹ്ലാദത്തോടും സത്യസന്ധതയോടും സംതൃപ്തിയോടും കൂടി ആ ഒരു കാര്യം നിർവഹിച്ചിട്ട് അതിനെ ഈ നിലയിലാണ് സമൂഹം കാണുന്നത് എന്ന് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഡീമോറലൈസേഷൻ എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഒരു പൊതുകാര്യത്തിന് വേണ്ടി ടൗണിലൊരു കാര്യം നിർവഹിക്കാൻ വേണ്ടി MLA എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിച്ചപ്പോൾ അതിനോട് അനുകൂലമായി പ്രതികരിച്ച സ്കൂൾ മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽ, അധികാരികൾ, അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? ഇതുപോലുള്ള കാര്യങ്ങളിൽ പോലും ഇത്രയും മോശമായ രീതി, ഇത്രയും സങ്കുചിതമായി ചിന്തിച്ച് രാഷ്ട്രീയപരമായി ഇതിനെയൊക്കെ കുട്ടികളെയും സ്കൂളിനെയും പ്രിൻസിപ്പലിനെയും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കുന്നത് എത്രയും മോശം. മൂവാറ്റുപുഴ എന്ന് പറയുന്ന നാടിൻ്റെ ഒരു സംസ്കാരത്തെയും അഭിമാനത്തെയും പോലും ബാധിക്കുന്ന ഒരു കാര്യമല്ലേ CPM പോലൊരു പാർട്ടി ചെയ്തത്? CPMൻ്റെ ഉന്നത നേതാക്കന്മാരുടെ അറിവോടുകൂടിയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്കെതിരെയുള്ള ഏത് നീക്കത്തെയും പ്രോത്സാഹിപ്പിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്ന ഒരു CPM നേതൃത്വമായതുകൊണ്ട് ഒരുപക്ഷെ അവരും അറിഞ്ഞുകൊണ്ടായിരിക്കും. എന്തു തന്നെ ആയിരുന്നാലും ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമ നടപടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമവിരുദ്ധത ആരെങ്കിലും കണ്ടെത്തിയാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും
MLA എന്ന നിലയിൽ ഞാൻ ഏറ്റെടുക്കുകയാണ്. ദയവ് ചെയ്ത് CPM നേതൃത്വത്തോടുള്ള എൻ്റെ ഒരു അപേക്ഷ, നിങ്ങൾ ആ കുട്ടികളെയും ആ സ്കൂളിനെയും പ്രിൻസിപ്പലിനെയും എങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണം. MLAക്കെതിരെയാണ് നിങ്ങളുടെ ഫൈറ്റെങ്കിൽ അതെല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറായി ഞാനിവിടെ ഉണ്ട്. നിങ്ങൾ ആ പരാതി എന്നിലേക്ക് മാത്രം കൺഫൈൻ ചെയ്ത് മുന്നോട്ട് പോകണം. ബാക്കി നമുക്ക് കോടതിയിലോ നിയമത്തിൻ്റെ വ്യവസ്ഥയിലോ കാണാം. വീണ്ടും കാണാം. നന്ദി.